ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്ത. കൊച്ചി അമ്മ ഓഫീസിൽ പോലീസ് പരിശോധന. മുകേഷും ഇടവേള ബാബുവും സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന രേഖ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, വിശദാംശങ്ങൾ. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ അമ്മയുടെ ഭാരവാഹികളാണ് എന്ന് തെളിയിക്കുന്നുള്ള ഔദ്യോഗിക രേഖ കണ്ടെത്താനാണ് അന്വേഷണ സംഘം കൊച്ചി അമ്മ ഓഫീസിലെത്തിയത്. ഈ രേഖ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. ഇത് മാത്രമായിരുന്നു ഉദ്ദേശം. മുകേഷ്, അതോടൊപ്പം ഇടവേള ബാബു. നേരത്തെ ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മുകേഷ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ഈ രേഖകൾ ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർ അമ്മ ഓഫീസിലെത്തിയത്. ആലുവയിലെ നടി നൽകിയ പരാതിയിലാണ് നടൻ മുകേഷിനെതിരെ മരട് പോലീസും ഇടവേള ബാബുവിനെതിരെ നോർത്ത് പോലീസും കേസെടുത്തത്. ഈ പരാതിയുടെ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ അമ്മ ഓഫീസിലെത്തി ഇവർ ഇതിന്റെ ഭാരവാഹികളായിരുന്നു, അമ്മ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കണ്ടെത്താൻ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ അവർക്ക് രേഖകൾ ലഭിക്കുകയും ചെയ്തു. കാളിദാസ്. നിതിൻ, ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധനാ സംഘം വെളിപ്പെടുത്തിയത്? പരിശോധനാ സംഘം മാധ്യമങ്ങളോട് യാതൊരു കാര്യവും വെളിപ്പെടുത്തിയില്ല. നമുക്ക് ഉദ്യോഗസ്ഥരിൽ ലഭ്യമായ ഒരു വിവരം മാത്രമാണിത്. അന്വേഷണത്തിന്റെ ഭാഗമായി അമ്മയിലെ അംഗങ്ങളായിരുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കണം, അമ്മയുടെ ഭാരവാഹികളായിരുന്നു ഈ ഇടവേള ബാബുവും മുകേഷും എന്ന് തെളിയിക്കുന്നതിന്റെ രേഖ ആവശ്യപ്പെട്ടു. ആ രേഖ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ ഓഫീസിലെത്തിയത്. കാളിദാസ്.